ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ടെക്നിക്കൽ ട്രിക്കായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ടെക്നിക്കൽ ട്രിക്ക് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഫോണിൽ ഡാറ്റ ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഷെയർ ചെയ്യുന്നതിന് നമ്മുടെ ഫോണിലൊരു സ്പെഷ്യൽ ട്രിക്ക് ഉണ്ട്. സ്പെഷ്യൽ ട്രിക്ക് എന്ന് പറയുമ്പോൾ ഇത് സെക്യൂരിറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് നല്ല സേഫായിട്ട് നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പലർക്കും അറിയില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെല്ലാവർക്കും എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ എന്തായാലും കാണണം. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ, അതായത് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾക്ക് ഡാറ്റ ഇപ്പോൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡാറ്റ ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തായാലും വല്ല ഇമേജസോ വീഡിയോസോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ ആദ്യം ഓപ്ഷൻ നമുക്ക് വരാം വാട്സാപ്പും ഫേസ്ബുക്കൊക്കെയാണ്. അപ്പോൾ അതല്ലാതെ നമ്മൾക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് കുറച്ച് തേർഡ് പാർട്ടി ആപ്പുകളുണ്ട്, അതായത് ഷെയർ ഇറ്റ്, എക്സെൻഡർ, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ സേഫ് ആണോ നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആപ്പുകൾ പലതും ഇപ്പോൾ ബാൻഡാണ്. അപ്പോൾ ഇതല്ലാതെ നമ്മളുടെ ആൻഡ്രോയിഡുകാർക്ക് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് വേറൊരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ബിൽറ്റിൻ ആയിട്ടൊരു ഫ്യൂച്ചർ ഉണ്ട്. അപ്പോൾ ഇത് പലർക്കും അറിയില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിയർ ബൈ ഷെയർ എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലെ വേർഷൻ 6 എബവ് ഉള്ള ഏതൊരു ഉപഭോക്താവിനും ഇത് അവൈലബിൾ ആയിരിക്കും അവരുടെ ഫോണിൽ. അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ ഇനി നിങ്ങളിത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് വേറൊരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് ഡാറ്റ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ബീം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും. അപ്പോൾ ഇതിൽ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു നിയർ ബൈ ഷെയർ നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ആൻഡ്രോയിഡ് ബീം എന്നുള്ളത് അവർ ഒരു ഡാറ്റ വേറൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മീഡിയം ബ്ലൂടൂത്ത് ആയിരുന്നു. അപ്പോൾ ബ്ലൂടൂത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പണ്ടൊക്കെ ബ്ലൂടൂത്ത്, അതായത് ഇൻ്റർനെറ്റൊക്കെ ഇപ്പം അടുത്ത് വന്നതല്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബ്ലൂടൂത്തൊക്കെ വെച്ച് ഡാറ്റ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു അല്ലേ അതായത് ഫാസ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റ ഇതുവഴി ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിളുകാർക്ക്, അതായത് ഐഫോണുകാർക്ക് ഐഫോൺ ടു ഐഫോൺ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് അവരുടെ തന്നെ എയർ ഡ്രോപ്പ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു തേർഡ് പാർട്ടി ആപ്പ് ഉണ്ടെങ്കിൽ ആ സെയിം ആപ്പ് നമ്മൾ ആർക്കാണോ ഷെയർ ചെയ്യുന്നത് അവരുടെയും ഇൻസ്റ്റാൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, സെക്യൂർ അല്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ, അപ്പോൾ നമ്മൾ കുറച്ച് ഇമേജസോ ഫോട്ടോസൊക്കെ ഏതെങ്കിലും ഒരു ഫോണിലാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫോണിലാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോ എൻ്റെ കസിനോ എൻ്റെ ഫാമിലി ഫ്രണ്ടിനോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഓപ്ഷൻ എന്താണ്, നമ്മുടെ വാട്സാപ്പൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഷെയർ വയ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ വാട്സപ്പൊക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു ഓപ്ഷനാണ് നമ്മുടെ നിയർ ബൈ ഷെയർ. അപ്പോൾ ഇതുവഴി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, അതായത് നമ്മളുടെ തൊട്ടടുത്ത് ആർക്കാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫോണിലും ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുക. ഓൾറെഡി ഉണ്ടാവും, അത് എനേബിൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഫോണിൽ ഇവരുടെ ഒരു ഫോൺ ഡിവൈസ് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവർ നമ്മളെ സെൻഡ് ചെയ്യാൻ അലൗ ചെയ്യുകയാണെങ്കിൽ അവിടെ അവർക്കൊരു നോട്ടിഫിക്കേഷൻ വരും അലൗ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ അവർ അലൗ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടപ്പേന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് വളരെ സെക്യൂറായിട്ട് നമ്മളുടെ ഡാറ്റ നമുക്ക് കൈമാറാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഫോണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 ഫോണിൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഫോണിൽ നിന്ന് കുറച്ച് ഫയൽസ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫയൽസ് നമ്മൾ സാധാരണ ഷെയർ ചെയ്യുന്ന പോലെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ആ സമയത്ത് നമുക്ക് ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ നിയർ ബൈ ഷെയർ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു പോപ്പപ്പ് വന്നു, അതായത് ടേൺ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ ടേൺ ഓൺ ക്ലിക്ക് ചെയ്തു. ആ സമയത്ത് നമ്മളുടെ ഫോണിൽ നിയർ ബൈ ഷെയർ എനേബിൾ ആയിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത ഫോണിൽ നമ്മൾ നിയർ ബൈ ഷെയർ എനേബിൾ ചെയ്താലാണ് നമ്മൾക്ക് ഫയൽ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തൊട്ടപ്പുറത്തെ ഫോണിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നിയർ ബൈ ഷെയറിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ഡിവൈസ് ഫസ്റ്റത്തെ ഡിവൈസിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും.
ഇപ്പോൾ അത് സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് ഡിവൈസിൽ സെക്കൻഡ് ഡിവൈസ് ഇപ്പോൾ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഡിവൈസിലേക്ക് ഒരു മെസ്സേജ് വരും, നിങ്ങളിത് അലൗ ചെയ്യുന്നുണ്ടോ ഫയൽ ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ അലൗ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഫയൽ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഫയൽ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഫയൽ ട്രാൻസ്ഫർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫയൽ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയ ഫയൽസ് നമ്മളുടെ സെക്കൻഡ് ഡിവൈസിൻ്റെ ഡൗൺലോഡ്സിലോ അല്ലെങ്കിൽ ഫയൽസിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫയൽസിലോ എവിടെ വേണമെങ്കിലും നമ്മളുടെ ഓപ്ഷനാണ്. അപ്പോൾ അത് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഫയൽസാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഫയൽസിൽ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സക്സസ് ആയിട്ട് ഫയൽ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്നും ഇൻഫോർമേറ്റീവ് ആവുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന ഇനിയുള്ള വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബിന് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ പോയിട്ട് ഓൾ കൂടി ക്ലിക്ക് ചെയ്യാം. എന്നാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ഇടുമ്പോഴും കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കും എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക്കാണിത് ആക്ച്വലി. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.